വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 6ാം ക്ലാസ്സിലെ മാത്സ് ആ കുഞ്ഞുങ്ങളെ CBSE അല്ലെങ്കിൽ NCERT-യുടെ കേട്ടോ. അപ്പോൾ അവർക്ക് പുതിയ ടെസ്റ്റാണ്, ടെസ്റ്റ് മാറ്റമുണ്ട്. അതുകൊണ്ട് ഈ ടെസ്റ്റാണ് കേട്ടോ. ഫസ്റ്റ് പേജ് കണ്ടോ ഗണിത പ്രകാശ് കണ്ടോ, ടെക്സ്റ്റ് ബുക്ക് ഓഫ് മാത്തമാറ്റിക്സ് ഫോർ ഗ്രേഡ് 6. ഇതാണ് അവരുടെ ടെസ്റ്റ്, പുതിയ ടെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ കഴിഞ്ഞ വർഷം വരെ വേറെ ടെസ്റ്റിലായിരുന്നു നമ്മൾ ലിങ്ക് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയ ടെസ്റ്റാണ് കണ്ടോ. ഇതിൽ ഒന്നാമത്തെ പാഠമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺ ഇൻ മാത്തമാറ്റിക്സ് എന്ന് കേട്ടോ. എന്താ കുഞ്ഞുങ്ങളെ, പാറ്റേൺ ഇൻ മാത്തമാറ്റിക്സ്. ഈ പാറ്റേണിൻ്റെ വേറൊരു വാക്കാ കുഞ്ഞുങ്ങളെ സീക്വൻസ് എന്ന് വെച്ചാൽ. എന്താ സീക്വൻസ്? പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മളിപ്പം നമ്മുടെ 2ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഒരു പാറ്റേൺ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 2 3 4 എന്നിട്ടിട്ട് ഇത് നിങ്ങൾ ഫില്ല് ചെയ്യാൻ പറയത്തില്ലേ, ഇതിനെ പാറ്റേൺ എന്നും സീക്വൻസ് എന്നും പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 1 2 3 4, അടുത്ത 5 ആണ്, അടുത്ത 6 ആണ്, 7 ആണെന്ന് നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ 2 4 6 ബാക്കി നമ്മളോട് ഫില്ല് ചെയ്ത് ഇതെല്ലാം ഇത്രയും നാൾ നമ്മൾ പഠിച്ചത്. അപ്പോൾ 2 4 6 കഴിഞ്ഞാൽ പിന്നെ 8 10 ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ പാറ്റേൺ അല്ലെങ്കിൽ സീക്വൻസ് എന്ന്. ഇനി നിങ്ങൾ പുതിയ വാക്ക് സീക്വൻസ് എന്ന് കേൾക്കുന്നത്, അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാറ്റേൺ എന്നാണ് കേട്ടോ, ഓർത്തോണേ. അപ്പം പാഠത്തിൻ്റെ പേര് പാറ്റേൺ ഇൻ മാത്തമാറ്റിക്സ് എന്നാണ്. അതിനകത്തിൽ കുറേ പിന്നെ ഇംഗ്ലീഷിൽ വായിക്കാനുണ്ട്. നിങ്ങൾ ചുമ്മാ അത്രയും വായിച്ച് സമയം കളയണ്ട. ഇതിനകത്തിൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് ഗണിതശാസ്ത്രം എന്നാ, വാട്ട് ഈസ് മാത്തമാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അല്ലേ. ഗണിതശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ലാർജ് പാർട്ടാണ്, നമുക്കറിയാം. അത് വലിയ പാർട്ടാണ്. ഇതിനൊരു അന്ത്യം ഉണ്ടാവും കുഞ്ഞുങ്ങളെ, ഇല്ല, ഇതിങ്ങനെ കിടക്കല്ലേ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേണുകൾക്കായുള്ള തിരയലുകളും അതുപോലെ തന്നെ പാറ്റേണുകൾ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള വിശദീകരണമൊക്കെയാണ് ഇതിനകത്തിൽ കേട്ടോ. പ്രകൃതിയിലും നമ്മുടെ അതായത് സച്ച് പാറ്റേൺസ് ഇൻഡീഡ്. ഈ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ, ഇപ്പോൾ എണ്ണം 1 2 3 4 അല്ലെ 2 4 6 8 10 20 30 ഇങ്ങനെ പറയത്തില്ലേ. ഇങ്ങനെയുള്ള പാറ്റേണുകൾ എക്സിസ്റ്റ് ഓൾ അറൗണ്ട് അസ് അല്ലേ, നമുക്ക് ചുറ്റും എല്ലായിടം പ്രകൃതിയിലും ഉണ്ട്, നമ്മുടെ വീടുകളിൽ, സ്കൂളുകളിൽ, അതുപോലെ തന്നെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയുടെ ചലനത്തിലും അത്തരം മാതൃകകൾ നമുക്ക് ചുറ്റുമുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ഷോപ്പിംഗ്, പാചകം ചെയ്യുന്നത്, പന്തെറിയൽ, ചുരുക്കി അങ്ങ് പറയട്ടെ, ഗെയിമുകൾ, കാലാവസ്ഥ രീതികൾ മനസ്സിലാക്കുന്നത്, സാങ്കേതിക വിദ്യകളുണ്ടല്ലോ ഇതിനകത്തിൽ, ടെക്നോളജികൾ അല്ലേ, സാങ്കേതിക വിദ്യ ഉപയോഗിക്കൽ തുടങ്ങി നമ്മൾ ചെയ്യുന്നതും കാണുന്നതുമായ എല്ലാ കാര്യങ്ങളിലും ഈ പാറ്റേണുകൾ സംഭവിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ പാറ്റേണുകളും അവയുടെ വിശദീകരണങ്ങളും തിരയുന്നത് രസകരവും ക്രിയാത്മകവുമായ ഒരു ശ്രമമായിരിക്കും. ഇക്കാരണത്താൽ ഗണിതശാസ്ത്രജ്ഞര് ഗണിതത്തെ ഒരു കലയായിട്ടും ശാസ്ത്രമായിട്ടും കണക്കാക്കുന്നു അല്ലേ. ഈ വർഷം ഗണിതശാസ്ത്ര പാറ്റേണുകൾ കണ്ടെത്തുന്നതും മനസ്സിലാക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സർഗാത്മകതയും കലാപരവും കാണാൻ നമ്മൾ പല അവസരങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നൊക്കെയാണ് കുറേ ചുരുക്കിയാണെങ്കിൽ പറഞ്ഞ കുഞ്ഞുങ്ങളെ. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ല, അവർ പറഞ്ഞത് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തും അടുത്ത പേജ് നമ്പർ 2 കേട്ടോ, പേജ് നമ്പർ 2 ഫോർ എക്സാമ്പിൾ കണ്ടോ കുഞ്ഞുങ്ങളെ. ഫോർ എക്സാമ്പിൾ ദ അണ്ടർസ്റ്റാൻഡിങ് ദ പാറ്റേൺ ഇൻ ദ മോഷൻസ് ഓഫ് സ്റ്റാർസ് അല്ലേ. നമ്മുടെ നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ എന്നിവയുടെ ചലനത്തിലെ പാറ്റേണുകളെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യം തന്നെ മനുഷ്യരാശിയെ ഗുരുത്വാകർഷണ സിദ്ധാന്തം വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചു. നമ്മുടെ സ്വന്തം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ റോക്കറ്റുകൾ അയക്കാനും ഒക്കെ നമ്മളെ അനുവദിച്ചിട്ടുണ്ട് അല്ലേ. സമാനമായി ഇപ്പം ജിനോമികൾ അല്ലേ, ജിനോമസ് പാറ്റേണുകൾ മനസ്സിലാക്കുന്നതും രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും സുഖപ്പെടുത്തുന്നതിനും സഹായിച്ചിട്ടുണ്ട്. അത്തരം ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ അല്ലേ. ഇപ്പം നമ്മൾ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് കുഞ്ഞുങ്ങളെ, ഓരോ വർഷം കഴിയുമ്പോഴും ഓരോരോ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. അതിലൊന്നും വലിയ കാര്യമില്ല. നമുക്ക് കണക്കിലോട്ട് കയറാം കുഞ്ഞുങ്ങളെ. നോക്കിയേ, ഇതൊക്കെ എന്ന് വെച്ചാൽ കണക്കുകൾ അല്ലെ, പാറ്റേണുകളൊക്കെ കണക്കുകൾ ഉപയോഗിക്കുന്ന എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയാൻ എന്ന് റഫായിട്ട് അവരൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ഒരു ഇൻട്രോ. ഇനി പാറ്റേൺ ഇൻ നമ്പേഴ്സ് നോക്കൂ കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് നമ്മൾ അതാണ് തുടങ്ങേണ്ടത്. പാറ്റേൺ ഇൻ നമ്പേഴ്സ്. എമംഗ് ദ മോസ്റ്റ് basic pattern that occur in mathematics are pattern of numbers, particularly pattern of whole number. എന്താണ് ഈ ഹോൾ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണസംഖ്യ എന്താ കുഞ്ഞുങ്ങളെ ഹോൾ നമ്പർ? ഹോൾ എന്ന് കേൾക്കുമ്പോഴേ അറിയില്ല, എല്ലാം എന്നൊരു നമുക്ക് വേണേൽ അർത്ഥമാക്കാം അല്ലേ. പൂർണ്ണസംഖ്യ എന്ന് വെച്ചാൽ 0 ഉൾപ്പെടെയുള്ള എല്ലാ നമ്പറുകളും, 0 പറയണേ കുഞ്ഞുങ്ങളെ, 0 ഉൾപ്പെടെയുള്ള എല്ലാ നമ്പറുകളെയുമാണ് നമ്മൾ ഹോൾ നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. ദ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് സ്റ്റഡീസ് പാറ്റേൺ ഇൻ ഓൾ നമ്പേഴ്സ് ഈസ് കാൾഡ് നമ്പർ തിയറി.
കേട്ടോ. അത് നിങ്ങളൊരു ചിലപ്പോൾ വൺ വേഡിനൊക്കെ ചോദിക്കും. ദ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് സ്റ്റഡി പാറ്റേൺ ഇൻ ഓൾ നമ്പേഴ്സ് ഈസ് കാൾഡ് നമ്പർ തിയറി. കേട്ടോ, ഓക്കെ ആണോ? അപ്പോൾ ഈ ഇത്രയും നമ്മൾ പഠിപ്പിച്ചത് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഓൾ നമ്പർ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പം നമുക്ക് കണക്കിലോട്ട് കയറാം. നോക്കണേ, നമ്മുടെ ചാപ്റ്റർ മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 പാറ്റേൺ ഇൻ മാത്തമാറ്റിക്സ്. ദ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് സ്റ്റഡീസ് പാറ്റേൺ ഇൻ ഓൾ നമ്പേഴ്സ് ഈസ് കാൾഡ് നമ്പർ തിയറി. നോക്കൂ കുഞ്ഞുങ്ങളെ, ഓൾ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. എന്താ, 0 ഉൾപ്പെടെയുള്ള 1, 2, 3 ഈ ഓൾ നമ്പർ എന്ന് വെച്ചാൽ പൂർണ്ണസംഖ്യ എന്നാണ്. എൻ്റെ മലയാളം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, കാരണം നിങ്ങൾ CBSE അല്ലേ. അപ്പം എന്നാലും അറിയാം, നാച്ചുറൽ നമ്പർ, കൗണ്ടിങ് നമ്പർ, എണ്ണൽ സംഖ്യ അറിയാവും നിങ്ങളെ. ഈ നാച്ചുറൽ നമ്പർ തന്നെയാണ് കൗണ്ടിങ് നമ്പർ 1, 2, 3, 4 അല്ലേ. 1, 2, 3, 4 എന്ന് പറയുന്നതാണ് എന്താ നാച്ചുറൽ നമ്പറും കൗണ്ടിങ് നമ്പറും അത് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. ഇതൊക്കെ അറിഞ്ഞിരിക്കണേ. ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ അടുത്ത പേജിൽ പറയുന്നുണ്ട് കേട്ടോ. നോക്കാം കുഞ്ഞുങ്ങളെ, 0, 1, 2, 3 കഴിഞ്ഞാൽ നമുക്കറിയാം 4, 5, 6 ഒക്കെയാണ് അല്ലേ. നാച്ചുറൽ നമ്പർ അറിയാം 1, 2, 3 ഓക്കെ. കൗണ്ടിങ് നമ്പറും അത് തന്നെയാണ് ഓക്കെ. ഇനി നോക്കിയോ ഓഡ് നമ്പർ, അത് നോക്കിക്കോട്ടെ. എൻ്റെ കൗണ്ടിങ് നമ്പർ എന്ന് വെച്ചാൽ 1 വീതം കൂട്ടി എഴുതുക എന്നുള്ളതേ ഉള്ളൂ അല്ലേ. അടുത്ത നോക്കൂ കുഞ്ഞുങ്ങളെ, ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നറിയോ, ഒറ്റ സംഖ്യ എന്ന് മലയാളത്തിൽ പറയും. എന്താ ഒറ്റ സംഖ്യ. ഈവൻ നമ്പർ എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യ. ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നോക്കിയേ, 1 കഴിഞ്ഞാൽ പിന്നെ 2 ഇല്ല 3 കഴിഞ്ഞാൽ പിന്നെ 4 ഇല്ല 5 കഴിഞ്ഞാൽ പിന്നെ 6 ഇല്ല 7. നോക്കിക്കേ, അതായത് ഒന്നിൻ്റെ കൂടെ നമ്മളിപ്പോൾ 1ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 3, 3ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 5, 5ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 7. അങ്ങനെയും എഴുതാം കേട്ടോ. ഇതൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞാണ്. ഓഡ് നമ്പർ 1, 3, 5 എഴുതുന്നെങ്കിൽ അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും പറയാം നിങ്ങളെ. 1, 3, 5 1, 3, 5, 7 എന്ന് പറയുന്നതാണ് ഓഡ് നമ്പർ. 1, 3, 5, 7, 9 എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ എന്താ, 3യുടെ ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ അടുത്ത എന്താ, അതിൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടുമ്പോൾ അടുത്ത എന്താ, അങ്ങനെ എഴുതുന്നതിനെയാണ് ഓഡ് നമ്പർ. അതുപോലെ തന്നെ ഈവൻ നമ്പറും എന്താ, 2ലാണ് അത് തുടങ്ങുന്നത് കേട്ടോ. ഈവൻ നമ്പർ 2. പിന്നെന്താ, 2 കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 4, 4ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടുമ്പോൾ 6, 6ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടുമ്പോൾ അങ്ങനെ 2 ആണ് ഇവിടുത്തെ എന്താ നായകൻ കേട്ടോ. ഓർത്തോണേ കുഞ്ഞുങ്ങളെ, ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സംഖ്യകളാണ്. ഈവൻ നമ്പർ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരട്ട സംഖ്യകളാണ്. ഇന്ന് മലയാളം പറഞ്ഞെങ്കിൽ നിങ്ങൾ ഓർത്തോണേ എന്താ, ഓഡ് നമ്പറിൻ്റെ ഫസ്റ്റ് 1ലാണ് തുടങ്ങുന്നത്. 1 കഴിഞ്ഞാൽ പിന്നെ 2 കൂട്ടി എഴുതുക. ഈവൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് 2ലാണ് തുടങ്ങുന്നത്. എന്താ, 2ൻ്റെ കൂടെ 2 കൂട്ടി എഴുതുന്നതാണ്. ഇപ്പം മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മുടെ നോക്കിയേ പേജ് നമ്പർ 3 നോക്കിയേ, എക്സാമ്പിൾസ് ഓഫ് നമ്പർ സീക്വൻസ്. സീക്വൻസ് എന്ന് കൊടുത്തേക്കുന്നത് കണ്ടോ. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പേര് സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺ എന്നാണ് അർത്ഥം കേട്ടോ. നോക്കിയേ 1, 1, 1, 1, 1 നോക്കിയേ ഓൾസ് വൺസ് കേട്ടോ. നോക്കിയേ ഏത് സംഖ്യയുടെ 1 എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 1 ഇതിനകത്തിൽ വലിയ കാര്യമില്ല നിങ്ങളെ, കാരണം ഇതാണ്ട് ഇപ്പുറത്ത് ഞാനത് അങ്ങോട്ട് പോകുമ്പോൾ പറയാം. നോക്കിയേ, നമുക്ക് രണ്ടാമത് തൊട്ട് നോക്കിക്കേ. കൗണ്ടിങ് നമ്പർ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഓഡ് നമ്പർ നമ്മളിപ്പോൾ പറഞ്ഞു, അറിയാമല്ലോ. കൗണ്ടിങ് നമ്പർ എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യ, ഓഡ് നമ്പർ എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യ 1, 3, 5, 7 അല്ലേ. എന്ന് വെച്ചാൽ 2ൻ്റെ 2 വീതം കൂട്ടി അല്ലേ. ഈവൻ നമ്പറും അതുപോലെയാണ്, സ്റ്റാർട്ട് തുടങ്ങുന്നത് 2ലാണ്, അറിയണേ നല്ലതുപോലെ. പിന്നെ ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്താണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിനകത്തിൽ ഇച്ചിരി പാടുള്ള ഒരാളാണ് ഈ ട്രയാങ്കുലർ നമ്പർ. എന്താണ് ഈ ട്രയാങ്കുലർ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയോ നിങ്ങളെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ദാണ്ട് ഇതാ 1, 3, 6 ഇങ്ങനെയാണ് നമുക്ക് ട്രയാങ്കുലർ നമ്പർ തന്നിരിക്കുന്നത്. മനസ്സിലായോ? ട്രയാങ്കുലർ നമ്പേഴ്സ് എന്നാണ്. എന്താ ട്രയാങ്കിൾ എന്ന് കേൾക്കുമ്പോഴേ അറിയാം എന്താ നിങ്ങളെ, അത് നോക്കിക്കേ 1 ഫസ്റ്റ് അവർ 1ആണ് തന്നത്. ട്രയാങ്കിൾ എന്ന് വെച്ചാൽ കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താ, ത്രികോണം അല്ലേ. വേണ്ടേ 1, പിന്നെ അവർ തന്നത് 3ആണ് അല്ലേ. ഇതിനൊരു എളുപ്പവഴിയുണ്ടോ നിങ്ങളെ, ഇവിടെ 1, 2 അപ്പോൾ ഇവിടെ എത്ര, 1, 2, 3. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 ഇവിടെയും 3. അപ്പോൾ ഇവിടെ 3 ആകുമ്പോൾ ഇവിടെ എത്ര, 4. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4 ഇവിടെയും 4. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? അപ്പം 1, 3 അടുത്ത എത്ര, 6 പിന്നെ എത്ര, 10. ഇതെങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ നിങ്ങളെ. അതായത് 1ൻ്റെ കൂടെ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആളാരാ, 2. 1ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയപ്പം 3 കിട്ടി. ഇനി ആ 1, 2, 3 കൂടെ കൂട്ടിയപ്പം 6 കിട്ടി.
1ഉം 2ഉം 3ഉം 4ഉം കൂടി കൂട്ടിയപ്പം 10 കിട്ടി. നമ്മുടെ എന്താ ഇവിടുത്തെ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പറുകൾ തങ്ങളിൽ കൂട്ടുന്നതാവും കുഞ്ഞുങ്ങളെ. അത് 1 മുതൽ എടുക്കണം. ഫസ്റ്റ് 1ഉം 2ഉം കൂടെ, ഫസ്റ്റ് 1 അല്ലേ, 1ൻ്റെ കൂടെ നമ്മൾ എന്താ 0 കൂട്ടാം. 1ൻ്റെ കൂടെ 0 കൂട്ടിയിട്ട് 1 എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് എന്താ 1ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയപ്പം 3, 1ഉം 2ഉം 3 കൂടെ കൂട്ടിയപ്പോൾ 6, പിന്നെ 1ഉം 2ഉം 3ഉം 4 കൂടെ കൂട്ടിയപ്പോൾ 10, പിന്നെ 1ഉം 2ഉം 3ഉം 4ഉം 5 കൂടെ കൂട്ടിയപ്പോൾ 15. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇനി എത്ര? 1ഉം 2ഉം 3ഉം 4ഉം 5ഉം 6ഉം കൂടെ കൂട്ടണം. അപ്പോൾ 15ൻ്റെ കൂടെ 6 കൂടെ കൂട്ടുമ്പം 21. വീണ്ടും എന്താ 7 കൂടെ കൂട്ടണം, അപ്പം 28. അങ്ങനെ പോകുന്ന സീക്വൻസ് അല്ലേ, പാറ്റേൺ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാവർക്കും പാടാണ്. എന്നെ കണ്ടപ്പോൾ ഇതെന്തുവാന്ന് അറിയത്തില്ല എന്ന് പറയണത് പറഞ്ഞപ്പോഴാണ് ഈ ടെസ്റ്റ് എടുത്തത് കുഞ്ഞുങ്ങളെ. ഇതിനകത്തിൽ 2-3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നെ ഇന്ന് കണ്ടപ്പം ചോദിച്ചത് കൊണ്ടാണ്, ഒരാൾ കണ്ടപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ടെസ്റ്റ് എടുത്തത്. ട്രയാങ്കുലർ നമ്പർ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ബാക്കിയൊക്കെ അറിയാം അല്ലേ, ഈവൻ നമ്പർ, ഓഡ് നമ്പർ, ഓൾ നമ്പറും നാച്ചുറൽ നമ്പറും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. കാരണം നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചതാണ്, 5ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. പക്ഷേ ഈ പേര് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. ട്രയാങ്കുലർ നമ്പർ ഇത്ര ഓർത്താൽ മതി. നമ്മുടെ എണ്ണൽ സംഖ്യയുണ്ട്, ആ എണ്ണുന്ന 1, 2, 3 അറിയാൻ വയ്യാത്ത ആരുമില്ലല്ലോ. ആ നമ്പറുകൾ തങ്ങളിൽ അങ്ങ് കൂട്ടിയാൽ മതി കേട്ടോ. ആദ്യം 1, പിന്നെ 1 + 2, പിന്നെ 1 + 2 + 3, 1 + 2 + 3 + 4 കേട്ടോ. അങ്ങനെ എത്ര എണ്ണമാണോ നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമ്മളോട് 5 ട്രയാങ്കുലർ നമ്പർ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ 5, അതല്ല 10 ആയിരിക്കും ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ 10 എഴുതി വെക്കുക. ഇപ്പോൾ പിടി കിട്ടിയോ? 6 ഓക്കെ ആണോ നിങ്ങൾ? ട്രയാങ്കുലർ വരെ നമ്മൾ പഠിച്ചല്ലോ. ഇനി അടുത്ത എന്താണ്? സ്ക്വയർ. അടുത്ത എന്താവും നിങ്ങളെ? സ്ക്വയർ. എന്താ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ സ്ക്വയർ പഠിക്കുന്നത് അല്ലേ? എന്താവും നിങ്ങൾ ഈ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്നിട്ട് ഞാൻ പറയാം. ഇപ്പം നമ്മളോട് ചോദിക്കുക എന്തിൻ്റെ സ്ക്വയറാ സ്ക്വയർ എന്നേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ? നോക്കിക്കേ, 1ൻ്റെ സ്ക്വയർ. 1ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 × 1 ആണ്. എന്ന് വെച്ചാൽ 1 2 വട്ടം ഉണ്ടെന്ന്, 1 തന്നെയാണ്. 1ൻ്റെ സ്ക്വയർ, 1ൻ്റെ സ്ക്വയർ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? എന്താണ് ഈ സ്ക്വയർ എന്ന് പഠിപ്പിക്കുകയാണേ. 1ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 വട്ടം ഉണ്ടെന്ന്. ഞാൻ അടുത്ത പറയുമ്പോൾ നിങ്ങൾക്ക് 2ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 2 2 വട്ടം ഉണ്ടെന്ന്. മനസ്സിലായോ? 2 2 വട്ടം എന്ന് വെച്ചാൽ 2 × 2 4. അടുത്തതോ 3ൻ്റെ സ്ക്വയർ. 3 2. ഈ മേളിൽ തരുന്നതിനെ നമ്മൾ പവർ എന്ന് പറയും. എന്താ? പവർ അല്ലെ. ഇതിനെ ഇവിടെ നമുക്ക് സ്ക്വയർ ആണ്. എന്താ? സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 3 എന്താ? 3 2 വട്ടം ഉണ്ടെന്ന്. 3 2 ആകുമ്പോൾ 3 × 3 9. അടുത്ത 4ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 4 2 വട്ടം ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ 4ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാലോ? അടുത്ത ചോദ്യം അതാ കേട്ടോ. അപ്പം നമുക്ക് പറയാം. 4ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 4 × 4 16. 5ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 × 5, 5 × 5 25. അങ്ങനെ നമ്മൾക്ക് എഴുതാനറിയണം. അതാണ് നമ്മുടെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇപ്പോൾ പിടി കിട്ടിയോ? ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളെ? സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് 1 4 9 16 25 എന്നാ. നിങ്ങളുടെ ടെസ്റ്റിൽ കണ്ടോ? 1 4 9 16 25 എന്നാ. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? സ്ക്വയർ എന്ന് വെച്ചാൽ ഇപ്പോൾ പിടി കിട്ടിയല്ലോ. 1 4. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, അതെല്ലാം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ക്യൂബ്? കണ്ടോ നിങ്ങളെ? അടുത്ത ക്യൂബാണ്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സ്ക്വയറാണ്, ഇത് ക്യൂബ്. ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, 1ൻ്റെ ക്യൂബ്. ഈ മേളിൽ 3 ഇടുന്നതിനാണ് ക്യൂബ് എന്ന് പറയുന്നത് കേട്ടോ. മുകളിൽ തന്നിരിക്കുന്ന സംഖ്യയുടെ മുകളിൽ 2 ഇടുന്നതിനെ സ്ക്വയർ എന്നും, തന്നിരിക്കുന്ന സംഖ്യയുടെ മുകളിൽ 3 ഇടുന്നതിനെ ക്യൂബ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ 1ൻ്റെ ക്യൂബ്, 2ൻ്റെ ക്യൂബ്, 3ൻ്റെ ക്യൂബ്, കണ്ടോ? 4ൻ്റെ ക്യൂബ്. ഇപ്പോൾ മനസ്സിലായോ? 1ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ 1 3 വട്ടം ഉണ്ടെന്ന്, 1 3 വട്ടം ഉണ്ടെന്ന്. 2ൻ്റെ ക്യൂബ് എന്ന് വെച്ചാലോ 2 3. തിരിച്ച് എഴുതി വെക്കല്ലേ, അല്ലെ 2 × 3 ഒന്നും എഴുതി വെക്കല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. എന്താ? എത്ര വട്ടം ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ എത്ര വട്ടം എന്നുള്ളതാണ് ഈ മുകളിൽ തരുന്നത് കേട്ടോ. എത്ര ടൈംസ്. അപ്പോൾ 3 ടൈംസ്. അപ്പോൾ 3 × 3 × 3 ആണ്. 4 × 4 × 4 ആണ്. എല്ലാം 3. ക്യൂബ് എന്ന് വെച്ചാൽ 3 അല്ലേ? 3ക്കാണ് ഈ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ 1 3 വട്ടം, 2 3 വട്ടം, 3 3 വട്ടം, 4 3 വട്ടം. അപ്പോൾ എല്ലാം ഇതിൻ്റെ ആൻസർ 1 × 1 × 1 1 തന്നെയാണ് കേട്ടോ. 2 × 2 4, 4 × 2
8 6 എഴുതി വെക്കല്ലേ കേട്ടോ. 4 ഇൻറ്റു 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 6 എഴുതി വെക്കുന്നവരുണ്ട്, എനിക്കറിയാം. 8 കേട്ടോ. അടുത്ത 3 ഇൻറ്റു 3 9, 6 എഴുതി വെക്കല്ലേ. 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 3 27. ഇപ്പം പിടികിട്ടിയോ? അടുത്ത 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 4 60, എത്ര കുഞ്ഞുങ്ങളെ 64. ഇപ്പം പിടികിട്ടിയോ? ഇങ്ങനെ അങ്ങനെ. അപ്പോൾ 5ൻ്റെ ക്യൂബ് അല്ലേ, 6ൻ്റെ ക്യൂബ് എത്ര ഉണ്ടെന്ന് എഴുതിയാൽ പോരെ? 5 3 വട്ടം, 6 3 വട്ടം, അങ്ങനെ എഴുതണം എന്നാണ് എന്ത് പറയുന്നത്, ക്യൂബ് എന്ന് പറയുന്നത്. ഇപ്പം സ്ക്വയറും ക്യൂബും തങ്ങൾ അറിയാവോ നിങ്ങളെ? സ്ക്വയർ എന്താണ്, ക്യൂബ് എന്താണെന്ന് ഓക്കെ ആണോ? അടുത്തത് നമ്മൾ ഇനി കേൾക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. എന്താ? വിരഹങ്ക എന്നുള്ള വാക്ക് അല്ലേ. ട്രയാങ്കുലർ എന്ന് പറഞ്ഞ പോലെ അല്ലേ, ട്രയാങ്കുലർ നമ്പർ എന്ന് പറയുന്ന പോലെ ഒരു വെറൈറ്റി പേരാവും നിങ്ങളെ എടുത്തത്. എന്താ? വിരഹങ്ക എന്ന് കേട്ടോ. ഇങ്കായാണ് ഞാൻ വായിക്കാൻ ഇച്ചിരി എളുപ്പത്തിന് വേണ്ടി വിരഹങ്ക എന്ന് എഴുതിയത്. വിരഹങ്ക ഇങ്കായ കേട്ടോ. ഇത് നിങ്ങൾക്ക് CBSE പിള്ളേർക്ക് പൊതുവേ ഞാൻ മൊത്തത്തിൽ പറഞ്ഞല്ലോ, നിങ്ങൾ മലയാളം വായിച്ചെടുക്കുക അക്ഷരങ്ങൾ. ഞാൻ എഴുതിയ കൂട്ടക്ഷരമായി പോയിട്ട് വിരഹങ്ക എന്നാണ് എഴുതിയ കേട്ടോ. വിരഹങ്ക. ഓക്കെ, എന്താണ് ഈ വിരഹങ്ക എന്ന് വെച്ചാൽ നോക്കണേ നിങ്ങളെ. ഇവിടെ നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. ഇതെങ്ങനെ കിട്ടുന്നു എന്നാ അല്ലേ. 1 2 3 5 8 13 21 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇത് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കണേ. ഏതാണ്ടേ നമുക്ക് ഫസ്റ്റ് നമ്മൾ 1 വിരഹങ്ക നമ്പറിൻ്റെ ഫസ്റ്റ് 1 അല്ലേ. 1ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 2 കിട്ടി അല്ലേ. 1ൻ്റെ കൂടെ നോക്കിക്കേ, 1ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോൾ 2 കിട്ടി അല്ലേ. 2ൻ്റെ കൂടെ നോക്കണേ കുഞ്ഞുങ്ങളെ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചറിയോ, ഈ ഫസ്റ്റ് കിടക്കുന്ന 2 എണ്ണത്തിനെ തങ്ങളിൽ കൂട്ടി എന്ന് വെച്ചാൽ 1ഉം 2ഉം കൂട്ടി മൂന്നാമത്തേൽ എഴുതണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും കൂടെ കൂട്ടി എന്ന് വെച്ചാൽ 1ഉം 2ഉം 3. ഇപ്പം പിടികിട്ടിയോ? അല്ലെങ്കിൽ തിരിച്ച് 2 1 3 അങ്ങനെ എഴുതിയാലും മതി. ഇനി 3ഉം 2ഉം അതിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ കിടക്കുന്ന ഏത് നമ്പറാണോ അതിൻ്റെ ലെഫ്റ്റിൽ കിടക്കുന്ന 2 എണ്ണം കൂട്ടി എഴുതുക എന്നാ. ഇപ്പം നോക്കിയേ, 2ഉം 1ഉം 3 അല്ലേ. 3ഉം 2ഉം 5, 5ഉം 3ഉം 8, 8ഉം 5ഉം 13, 13ഉം 8ഉം 21. അങ്ങനെ തൊട്ട് ലെഫ്റ്റ് പ്രീവിയസ് നമ്പറുമായിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് എഴുതുന്നതിനെയാണ് എന്താ വിരഹങ്ക നമ്പേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് 1ഉം 1ഉം 2. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന 1നോട് തന്നെ 1 കൂട്ടുക. 1 1ഉം 2, എന്നിട്ട് ആ 2ഉം 1ഉം 3. എന്നിട്ട് ഇവിടെ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് കൂട്ടാം, അല്ലെങ്കിൽ എന്നിട്ട് ഇങ്ങനെ 1ഉം 2ഉം 3 അതുപോലെ തന്നെ 2ഉം 1ഉം 3. അതിനാണ് ഞാൻ ഈ ഓറിട്ട് എഴുതിയേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൂട്ടാം. 1ഉം 2ഉം 3, 2ഉം 1ഉം 3 അല്ലേ. അതുപോലെ തന്നെ തിരിച്ചെന്താ, 3ഉം 5ഉം 8, 5ഉം 3ഉം 8. തിരിച്ചു ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എഴുതി നമുക്ക് കൂട്ടാം. അതിനാണ് ഇവിടെ ഞാൻ ഓറിട്ടേക്കുന്നത് കേട്ടോ. അപ്പം എന്താ വിരഹങ്ക നമ്പേഴ്സ് എന്ന് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. അതുകൊണ്ട് അത് എന്താണെന്ന് അറിയണേ. ഇപ്പം നമ്പറിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ കിടക്കുന്ന 2 നമ്പറുകൾ വീതം കൂട്ടി അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ഫസ്റ്റ് 1ലാണ് തുടങ്ങുന്നത്. 1ഉം 2ഉം 3, 3ഉം 2ഉം 5, 5ഉം 3ഉം 8, 8ഉം 5ഉം 13, 13ഉം 8ഉം 21. അങ്ങനെ കൂട്ടി എഴുതണം. ഓക്കെ ആണോ? അതെല്ലാവർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞ് അത് നല്ലപോലെ നോക്കി മനസ്സിലാക്കണം കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ഇതിലെ 5 എണ്ണവും 3 എണ്ണവും ഒക്കെ എഴുതാൻ ചോദിക്കും കേട്ടോ. അടുത്ത നമ്മൾ പവേഴ്സ്. നമ്മളോട് എത്രൻ്റെ പവറാണ് എഴുതാൻ ചോദിക്കുന്നത് നോക്കണം. പവേഴ്സ് ഓഫ് 2 ആണ്. അപ്പം 2ൻ്റെ പവർ. പവേഴ്സ് ഓഫ് 3 ആണെങ്കിൽ 3ൻ്റെ പവർ. അപ്പം എത്രൻ്റെ ആണ് എന്ന് ചോദ്യം കേട്ടിട്ട് വേണം എഴുതാൻ. ഇവിടെ നമ്മളോട് 2ൻ്റെ പവറാണ്. പവേഴ്സ് ഓഫ് 2ൻ്റെ പവറാണ് അല്ലേ. അപ്പം നമ്മൾ 2 എഴുതിയിട്ട് പവർ എന്ന് വെച്ചാൽ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ എന്താ അതിൻ്റെ മുകളിൽ എഴുതുന്നതിനെ. അപ്പം 2:2 നിങ്ങളത് എപ്പോഴും ഓർത്തണം കേട്ടോ നിങ്ങളെ. 2:0 എന്ന് വെച്ചാൽ 1 ആണ്. 3:0 3:0 എന്ന് വെച്ചാൽ 3ൻ്റെ പവർ 0 വന്നു കഴിഞ്ഞാലും 1 ആണ്. 4ൻ്റെ പവർ 0 വന്നു കഴിഞ്ഞാലും 1. ഇത് 1 മാർക്കിന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. എന്തിൻ്റെ മണ്ടയ്ക്ക് 0 വന്നാലും അതിൻ്റെ ആൻസർ 1 ആണ് കേട്ടോ. അപ്പോൾ 2:1 2 മുമ്പ് നമ്മൾ എഴുതിയതാണ് അല്ലേ. സ്ക്വയർ എന്നപ്പോൾ എഴുതിയതാണ്. അപ്പോൾ 2:2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 2 × 2 ആണ്. 2ൻ്റെ ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × 2 × 2 ആണ്. 3 വട്ടം. 2⁴ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വട്ടം ഉണ്ടെന്ന്. 2 × 2 × 2 കണ്ടോ, 4 വട്ടം ഉണ്ടെന്ന്. മനസ്സിലാവുന്നുണ്ടോ കേട്ടോ. അടുത്ത 2⁵ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 5 വട്ടം ഉണ്ടെന്ന്. 2 × 2 ×
കണ്ടോ 5 വെട്ടം ഉണ്ടെന്ന്, അങ്ങനെ 6 വെട്ടം. ഇതിനെയാണ് പവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത്. അതത്രയും ഓക്കെയാണോ നിങ്ങളെ? പവർ വരെ. അടുത്ത അതിൻ്റെ തന്നെ പവർ 3യും ചോദിച്ചിട്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ 3 ആണെങ്കിൽ ആദ്യമേ 3⁻0 വെച്ച് വേണം തുടങ്ങാൻ കേട്ടോ. 0, പിന്നെ 3⁻1. 3⁻1 എന്ന് വെച്ചാൽ 3 ഒരു വെട്ടം. 3⁻2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 2 വെട്ടം. 3⁻3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 3 വെട്ടം. മുകളിൽ എത്രയാണോ തന്ന് അത് അത്രയും വെട്ടം. 3⁻4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 4 വെട്ടം. 3 4 വെട്ടം. ഇപ്പം നമ്മൾ പവേഴ്സ് ഓഫ് 3 ആണ് ചോദിച്ചത് കേട്ടോ. മുമ്പ് പവേഴ്സ് ഓഫ് 2, ഇപ്പോൾ പവേഴ്സ് ഓഫ് 3. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇൻഡ്യൂ ചെയ്ത് വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പവേഴ്സ് ഓഫ് 3 എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങൾ? അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ ഇത്രയായിട്ട്, നമുക്ക് പാർട്ട് 2ൽ ബാക്കി ഇടാം. മനസ്സിലായെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ നിങ്ങൾ കേട്ടോ. ഓക്കെ, താങ്ക് യു.